ഹായ് ഹലോ കാറ്റത്ത് കിളിക്കൂടിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി പേടിച്ചാണെങ്കിലും പതിയെ സ്കൂട്ടി ഓടിക്കാനായിട്ട് പഠിക്കാൻ ആദ്യമൊന്ന് വീണെങ്കിലും പതിയെ സ്കൂട്ടി ഓടിക്കാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റത്ത് അവൾ ഓടിച്ച് പഠിക്കുന്നത് കാണുമ്പോൾ നികേഷും സുഭാഷ് ഏട്ടനും ഹരീഷെല്ലാം പറയുന്നുണ്ട്, ആഹാ ഏട്ടത്തി നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, ഇനി ഡ്രൈവിംഗ് സ്കൂൾ ചേർന്ന് ലൈസൻസിനുള്ള അപേക്ഷ കൂടെ കൊടുത്താൽ മതി. ഒന്ന് പോടാ, ഇതിപ്പോൾ ഹൈവേക്കൊന്നും ഇറക്കാനൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് ഒന്ന് പോയി വന്നാൽ റെഡി ആവുന്നേ ഉള്ളൂ. ആദ്യം ഡ്രൈവിംഗ് സ്കൂൾ ചേരട്ടെ, എന്നിട്ട് ലൈസൻസ് കിട്ടട്ടെ, അതിനു മുമ്പ് റോഡിലൊക്കെ ഇറക്കി ഓടിച്ച് പഠിക്കണം. അങ്ങനെ എല്ലാം ഓക്കെ ആവാണ് കേട്ടോ. ഇനി നാളെ മുതൽ ലൈസൻസും കിട്ടുന്നുണ്ട്. ഇനി നാളെ മുതൽ മോളി സ്കൂട്ടിയിൽ പോയാൽ മതി, എന്നാലും ശ്രദ്ധിച്ച് ഓടിക്കണം. ഇതുവരെ അങ്ങനെ റോഡിലൊന്നും പോയി ശീലമില്ലാത്തതല്ലേ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഓടിക്കും സുഭാഷ് ചേട്ടാ. ഇപ്പോൾ എനിക്ക് ഭയമെല്ലാം മാറി. ഇപ്പോൾ ഇത് എല്ലാം ഓടിക്കുന്ന പോലെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ. എന്നാലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഡ്രൈവിംഗ് പഠിക്കണം എന്നൊക്കെ എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അച്ഛനും ഏട്ടനൊന്നും അതിന് സമ്മതിക്കില്ലായിരുന്നു. എനിക്കിവിടെ വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, പിന്നെ എന്തിനാ ഇതിയൊക്കെ നിൽക്കുന്നത് എന്ന് ചോദ്യമായിരുന്നു. എല്ലാ കുട്ടികളും അതിൽ സ്കൂട്ടിയിലും സൈക്കിളിലും കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന കാണുമ്പോൾ കൊതിയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. എന്നാലും മോളെ ഇത്രയും വലിയ വീട്ടിൽ വളർന്നിട്ടും ഇതൊന്നും പഠിച്ചെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ. ആ ശരിയാ, അച്ഛനെന്നെ അങ്ങനെയാണ് വളർത്തിയത്. ഒരു കൂടിൽ അടക്കപ്പെട്ട പോലെ അച്ഛൻ വിചാരിച്ച പോലെ തന്നെയാണ് ഇതുവരെ ഞാൻ വളർന്നത്. പക്ഷേ എൻ്റെ വിവാഹകാര്യം വന്നപ്പോൾ എൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ തലവെച്ച് കൊടുത്താൽ ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ കഴിയില്ലായിരുന്നു. ശരി മോളെ, സംസാരിച്ച് നിൽക്കാതെ നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് സ്കൂട്ടിയിൽ വളരെ സന്തോഷത്തോടെ അവൾ പോകുന്നത് നോക്കി സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. ഏട്ടാ, അവൾക്ക് ഒത്തിരി സന്തോഷമായി കാണും. ആ സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്താൽ എന്നോട് അവൾക്ക് ഇഷ്ടം തോന്നുന്നില്ലേ? അതേടാ, അവൾ ഒരിക്കലും ഞങ്ങളൊക്കെ ഏട്ടനനുജന്മാരെ പോലെ കാണുന്നത്. എന്നാൽ നിന്നെയോ അവൾ അങ്ങനെയല്ല കാണുന്നത്. അതിനർത്ഥം അവൾ നിന്നോട് അവളുടെ ഉള്ളിലെങ്കിലും ഇത്തിരി ഭർത്താവെന്ന സ്നേഹം ഉണ്ടായിരിക്കില്ലേ? എനിക്കത് തോന്നുന്നില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. ആ സമയം ഭാസ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശരിയാണ്, അവൾ 5-6 മാസമായി കാണും ഇങ്ങോട്ട് വന്നിട്ട്. എന്നിട്ട് ഒരിത്തിരി അടുപ്പം പോലും ഇവനോട് അവൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എന്നോടും നിങ്ങളോടൊക്കെ അവൾ എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ഓ, അതിപ്പോൾ നന്നായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ അന്ന് ഓഫീസിലെത്തിയ നിധി വളരെ സന്തോഷത്തോടെ ഓഫീസ് സ്റ്റാഫൊക്കെ ചോദിക്കുന്നുണ്ട്, നിധി ഇന്ന് വന്നത് സ്കൂട്ടിയിലാണല്ലോ. അതെ, ആരാ സ്കൂട്ടി വാങ്ങി തന്നത്? പുതിയ സ്കൂട്ടിയാണോ? അല്ല, എൻ്റെ വീട്ടുകാരാ എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഭർത്താവാണെന്നൊന്നും അവൾ അറിയിക്കുന്നില്ല. അങ്ങനെ വീണ്ടും അവൾ വീട്ടിലേക്ക് പോവുക. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു പോയി. ആ സമയത്താണ് സ്കൂട്ടിയിൽ അവൾ പോകുന്നത്. അവളുടെ പുറകിലൂടെ വന്ന ഒരു വാഹനത്തിൽ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് നിധിയല്ലേ എന്ന് അയാൾക്ക് തോന്നാണ്. സൂര്യ ആയിരിക്കും, മറ്റാരായിരിക്കില്ല. കാർ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഓ, ഇവളെന്നാ ഡ്രൈവിങ് പഠിച്ചത്? ഇവൾക്ക് ഒരു കോപ്പും അറിയില്ലെന്നല്ലേ ഇവളെ ചേട്ടൻ പറഞ്ഞത്? ഓ, ചിലപ്പോൾ ആ ഡ്രൈവർ പഠിപ്പിച്ചതായിരിക്കും ഇവിടെ ഡ്രൈവിങ്. എന്തായാലും അവളുടെ സ്കൂട്ടിയിലെ പോക്ക് ഒടുക്കത്തെ പോക്കാവട്ടെ. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുക. എത്ര പേരുടെ മുമ്പിൽ വെച്ചാൽ അവളെന്നെ അപമാനിച്ചത്. ഇപ്പോൾ അവൾ നിഴഞ്ഞിരുന്ന് എവിടെ കാണാവോ പോകുന്നത്. അവളൊരു ഓഫീസിലേക്ക് കയറിപ്പോകുന്നതും അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്നും സൂര്യ മനസ്സിലാക്കുന്നുണ്ട്. സൂര്യ അവളെ വെയിറ്റ് ചെയ്ത് വൈകുന്നേരം വരെ അവിടെയൊക്കെ കറങ്ങാൻ കേട്ടോ. അങ്ങനെ സൂര്യ അവൾ ഇറങ്ങുന്ന സമയത്തും സൂര്യ അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഒറ്റയിടി ഇടിച്ചാൽ അവളങ്ങ് തെറിച്ചു പോകും. അതോടെ അവളുടെ കഥ കഴിയും. അങ്ങനെ അവളുടെ കഥ കഴിയാൻ പാടില്ല. അവളെ എനിക്ക് വേണം. എന്തായാലും അവൾ ഒത്തിരിയെങ്കിലും പക തീർക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് മുട്ടിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വാഹനം മുമ്പിലേക്ക് വന്നത് കാരണം നിധിയുടെ ആക്സിഡൻറ്റ് വലിയൊരു ആക്സിഡൻ്റായി മാറുകയാട്ടോ. സൂര്യ പെട്ടെന്ന് തന്നെ കാറ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. സൂര്യ ആളുകൾ തടയാൻ ശ്രമിച്ചാലും ആ കാറ് നിർത്താൻ പറ്റില്ല. ഒരു മനഃപൂർവ്വം ഇടിച്ചിട്ട് പോകുന്ന പോലെ ആളുകൾക്കും തോന്നിക്കാണും. അങ്ങനെ നിധി അങ്ങ് തെറിച്ച് ഒരു കാട്ടിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. നിധിയുടെ കൈയും അതുപോലെ കാലും നെറ്റിയൊക്കെ നന്നായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ടാവും കേട്ടോ. നിധിയാണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ്. ആ സമയം ഒരു ട്രിപ്പുമായിട്ട് അതുവഴി വന്ന സുധീഷ് ആളും ബഹളും കാണുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? സ്കൂട്ടി കണ്ടതും അവനക്ക് മനസ്സിലാവാണ് നിധിയുടെ സ്കൂട്ടിയാണല്ലോ എന്ന്. അവൻ കാറ് അവിടെ ഒതുക്കി നിർത്തിയതിനു ശേഷം എന്താ എന്നും പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് പരിക്ക് പറ്റി റോഡ് കിടക്കാണെന്ന് മനസ്സിലാക്കിയ അവന് അവളെ അടുത്തേക്ക് നിധി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴേക്കും ബോധം മാറിയിട്ടുണ്ടാവും. തലക്ക് നല്ല പരിക്കുണ്ടാവും. ഇത് നിങ്ങൾക്ക് അറിയുന്ന കുട്ടിയാണ്, അതെ ഇതെൻ്റെ ഭാര്യയാണെന്ന് ആ സമയം സുധീഷ് പറയുന്നുണ്ട്. എന്നിട്ട്
എന്നിട്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടെ കാറിൽ കയറ്റി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. നിധി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, കണ്ണ് തുറക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും നിധി ഒന്നും അറിയുന്നില്ല കേട്ടോ. രക്തം ധാരാളമായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം നിധിയെ അവിടെ ICUവിലേക്ക് മാറ്റാൻ കേട്ടോ. ഡോക്ടർ ഒന്നും പറയാതെ തന്നെ അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോവാണ്. ആ സമയം തന്നെ സുധീഷ് ഹരീഷിനെയും സുഭാഷിനെയും വിളിച്ച് വിവരം പറയുന്നുണ്ട്. നിധിക്കൊരു ആക്സിഡൻറ്റ്. എടാ, ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതെ സുഭാഷേട്ട, റോഡരികിൽ ആളും പാളും കാണുമ്പോൾ ഞാൻ കാറ് നിർത്തി നോക്കിയതാ, അത് നിധിയായിരുന്നു. നിധിക്ക് തലക്ക് നല്ല പരിക്കുണ്ട്, എനിക്കാകെ പേടിയായിരുന്നു. എടാ മോനെ, നീ ടെൻഷൻ ആവാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല, ദേ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും നികേഷും ഹരീഷും കൂടെ അവിടേക്ക് എത്താട്ടോ. മോനെ എവിടെ? അതെ ഡോക്ടർ അവിടെയാണ്, അവരൊന്നും പറയുന്നില്ല. അങ്ങനെ ഡോക്ടറെ കണ്ട് സുധീഷ് സംസാരിക്കുന്ന സമയത്ത്, സുഭാഷേട്ടൻ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും, ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചോണ്ട് നന്നായി ബ്ലഡ് പോയിട്ടുണ്ട്, തലക്ക് നല്ല പരിക്കുണ്ട്, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, എന്തായാലും തയ്യാറായിരിക്കുക, പ്രാർത്ഥിക്കുക. നല്ല രക്തം പോയതുകൊണ്ട് തലയോട്ടിയിൽ രക്തം കട്ട പിടിക്കാനും തലച്ചോറിനെ ബാധിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നതും അവർക്ക് വല്ലാത്ത സങ്കടവും ആവട്ടോ. അങ്ങനെ ആകെ പേടിയോടെ നിൽക്കുകയാണ്. നിധിക്ക് അങ്ങനെ അപകടം സംഭവിച്ചെന്ന്. എന്നാൽ സൂര്യ ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുക. അവൾ ചത്ത് കാണുമോ? ഇനിയിപ്പോൾ ചത്താൽ തനിക്കെന്താ, എന്തായാലും അവൾ ആ ഡ്രൈവറെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഈ സൂര്യ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ അമ്മ ഒന്ന് ചോദിക്കും, എന്താ സൂര്യ, നീ വളരെ സന്തോഷത്താണല്ലോ, അവളുണ്ടല്ലോ ആ നിധി, ഇന്ന് അവൾ എൻ്റെ കൺമുമ്പിൽ പെട്ടു, എന്നിട്ട് അവളെ കാറ് കൊണ്ട് ഞാൻ ഒറ്റ ഇടിപ്പിക്കലായിരുന്നു. എടാ പാപ്പി, നീ അവളെ കൊന്നോ? കൊന്നിട്ടില്ല. അമ്മ എന്താ എന്നെ പാപ്പി എന്ന് വിളിച്ചത്? അല്ല, എന്നാലും എത്രക്ക് വേണമായിരുന്നോ? അവളെന്നെ ചതിച്ചു പോയതല്ലേ, അന്ന് നമ്മൾ എത്ര വേദനിച്ചു. ആ വേദന അവളൊന്ന് മനസ്സിലാക്കട്ടെ. എന്നാലും ഇത് പോലീസും കേസൊക്കെ ആകുമ്പോൾ നിൻ്റെ കാറ് ആരെങ്കിലും കണ്ടു കാണില്ലേ? കണ്ടിട്ടുണ്ട്, CCTV ഉണ്ട്. പക്ഷേ ഞാൻ അതിന് വിദഗ്ധമായിട്ട് മുങ്ങി, എൻ്റെ കാറൊന്നും ആരും കാണാൻ പോകുന്നില്ല. പണം കൊടുത്താൽ ഒതുങ്ങാത്ത ഓഫീസർമാരില്ല എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് സൂര്യ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വല്ലാതെ ഭയം തോന്നാനട്ടോ. ഈ സമയം നിധിയാണെങ്കിലോ ICUവിനുള്ളിൽ വളരെ ബോധം കെട്ട് കിടക്കാനായിരിക്കും. അങ്ങനെ ബ്ലഡിനൊക്കെ ആവശ്യം വരുമെന്ന് അറിയുമ്പോൾ നിധിയുടെ ബ്ലഡ് അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും സുധീഷിൻ്റെതും. അങ്ങനെ സുധീഷാണ് അവൾക്ക് ബ്ലഡ് നൽകുന്നത്. നിധി ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോട് ഹരീഷിൻ്റെയും സുഭാഷിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവളിങ്ങനെ പറയണേ, എടാ ഈ എന്തെങ്കിലും എൻ്റെ നിധിക്ക് എന്തെങ്കിലും സംഭവിക്കും? ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അവനെ ഉറക്കൊഴിച്ച് അവൾക്ക് വേണ്ടി കാത്തിരിക്കാട്ടോ. തൽക്കാലം പ്രത്യേകിച്ച് കുഴപ്പം ഓപ്പറേഷൻ ഒന്നും ഇല്ലാത്തതിന് നിധിക്ക് കാര്യങ്ങളൊക്കെ നിധി ആ മരുന്നിനോടൊക്കെ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറയുന്നത് വരെ അവരെല്ലാവരും ടെൻഷനിലായിരിക്കും. അങ്ങനെ നിധിയുടെ ബോധം വരാനായിട്ട് അവർ ടെൻഷനോടെ കാത്തിരിക്കാം. അങ്ങനെ നിധിക്ക് ബോധം വരുന്ന സമയത്ത് സുധീഷിനെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിൻ്റെ ഭർത്താവും കുടുംബക്കാരും ഒക്കെ ഇവിടെയുണ്ട്, മോള് പേടിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ വിവരം അറിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോട് ബഹളം വെക്കാണ്, ആരാടാ അവൾക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിച്ച് അവളെ കൊല്ലാൻ വേണ്ടി നീയൊക്കെ ചെയ്തതല്ലടാ എന്ന് ചോദിച്ച് ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. ആ സമയം സുധീഷ് പറയും, ഇത് എൻ്റെ നാടാ, എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് വെറുതെ കയ്യങ്കളി കളിക്കണ്ട, നിങ്ങളുടെ മകൾ തന്നെയായിരിക്കും, പക്ഷേ അവൾ എൻ്റെ ഭാര്യയാണ്, അവളെ അങ്ങനെ കൊല്ലാനൊന്നും ഒരു ഉദ്ദേശം എനിക്കുണ്ടായിട്ടില്ല, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, അന്ന് ഞാൻ എല്ലാവരെയും തൂക്കും എന്ന് സുഭാഷും ഹരീഷും സുധീഷും കൂടെ അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നാൽ നിധിയാണെങ്കിലും കാണാനായിട്ട് ഐശ്വര്യക്കാരനെ അച്ഛൻ്റെയും നേരെ മുഖം തിരിക്കാൻ കേട്ടോ. മോളെ, നിനക്ക് ഇങ്ങനത് പറ്റിയെന്ന് അറിയുമ്പോൾ അച്ഛൻ അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? മോളെ കാണാനാ ഞാൻ വന്നത്. എന്നാൽ നിധി ഒരു അക്ഷരം മിണ്ടാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കുന്നുണ്ട്. വീണ്ടും മോളെ, ഞങ്ങളോട് ക്ഷമിക്കും മോളെ, ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി, പക്ഷേ നീ ആ ഒരവസ്ഥയിൽ കാണാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിക്കുമ്പോൾ നിധി ആ കൈ കുതറി മാറ്റാണ്. മിസ്റ്റർ, പേഷ്യൻറ്റിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളിവിടെ വന്ന് സംസാരിക്കുന്നത്? പുറത്തു പോകണം എന്ന് ഡോക്ടർ വന്ന് പറയുമ്പോൾ നിധിയുടെ അച്ഛൻ വേദനയോടെ അവളെ നോക്കിയിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് സുധീഷിനെയും സുഭാഷിനെല്ലാം ഒന്ന് തുറച്ചു നോക്കിയ ശേഷം അയാൾ കാറിൽ പോയി കയറി തിരിച്ചു പോവാണ് കേട്ടോ. ആ സമയം സുധീഷാണെങ്കിലോ നിധിക്കരികിലേക്ക് വരുന്നുണ്ട്. നിധി സുധീഷിനെ കണ്ടതും ഡോക്ടർ പറയുന്നുണ്ട്, ഇതേ ഈ ഭർത്താവാ ഇവിടെ എത്തിച്ചത്, മോൾക്ക് രക്തം തന്നതും ഈ ഭർത്താവാണ്. ഇവരെത്രമാത്രം ടെൻഷൻ അവിടെയാണ് പുറത്ത് നിന്നെന്ന് അറിയാമോ? മോൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ട് ആകെ ഭയന്ന് മോളുടെ ബോധം വന്നപ്പോഴാണ് ഇവർക്കൊക്കെ സമാധാനമായത്. എന്തായാലും ഇതുപോലൊരു ഭർത്താവിന് കുടുംബക്കാരും കിട്ടിയത് മോളുടെ ഭാഗ്യമാണ് കേട്ടോ. ഇത്രയ്ക്ക് കെയർ ചെയ്യാനൊക്കെ ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. 100-ൽ കുറച്ച് പെൺകുട്ടികൾക്ക് കിട്ടുന്ന മാത്രം ഭാഗ്യ മോൾക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറോട് വളരെ നന്ദി തോന്നാണ് സുധീഷിന്. നിധി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. ഒന്നും സംഭവിച്ചില്ലല്ലോ സുധീഷേ, തലയ്ക്ക് ചെറിയൊരു മുറിവ്. ആര് പറഞ്ഞു തലയ്ക്ക് ചെറിയൊരു മുറിവാണെന്ന്? ഡോക്ടർ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളാകെ പേടിച്ചു പോയി. തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. എന്താ നിധി, നീ നോക്കിയല്ലേ വണ്ടി ഓടിച്ചത്?
നോക്കി തന്നെയാ. പക്ഷേ ആരോ പുറകിൽ നിന്ന് ഇടിക്കായിരുന്നു എന്ന് സുഭാഷ് ഏട്ടനോട് നിധി പറയുമ്പോൾ അവർ ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുക. ആരായിരുന്നത് അറിയില്ല, ആ വണ്ടി നിർത്താതെ പോയി. അവിടെ കൂടിയിരുന്നവർ അതാണ് പറഞ്ഞത്. എന്നാലും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ പിന്നെ ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു ഡയലോഗ് കേട്ടതും നികേഷ് ചിരിക്കാണ് കേട്ടോ. ഓ, എന്തൊരു അഭിനയാടാ. അവൻ എത്ര ഇന്നലെ രാത്രി അനുഭവിച്ച് നിനക്കറിയില്ലേ? എന്നാലും ഭാര്യയുടെ മുമ്പിൽ ഭാര്യ കയ്യിലെടുക്കാനല്ലേ സുധീഷേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന് പോകുന്നുണ്ടടാ നീ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ICUവിൽ നിന്ന് നികേഷിനെ അവിടുന്ന് പുറത്താക്കുന്നുണ്ട് കേട്ടോ. മോളെ സത്യ അവൻ പറഞ്ഞത്. അവൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നിന്റെ വിവരം അറിയാതെ അവൻ ആകെ ടെൻഷനിലായിരുന്നു. അവന് എന്തുമാത്രം പ്രാർത്ഥിച്ചെന്നോ. അമ്പലങ്ങളിൽ പോവാത്ത അവ അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാട് നേർച്ചയാക്കുന്നു. എല്ലാം. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കുട്ടി അവനെ ഒരു ഭർത്താവായിട്ട് കാണണമെന്നും ഞാൻ പറയില്ല. പക്ഷേ അവന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയം നിധി കണ്ണുകളടച്ച് ഉറക്കം ഭാവിച്ച് കിടക്കട്ടോ. സുഭാഷേട്ടൻ ഇതൊക്കെ പറഞ്ഞതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ അവൾ കിടക്കുന്നത്. അങ്ങനെ സുഭാഷ് പുറത്തേക്ക് വന്നതും അവൾ ഉറങ്ങിക്കഴിഞ്ഞെന്ന് കരുതി പുറത്തേക്ക് വരാണ്. അന്നേരത്ത് നിധി കണ്ണ് തുറക്കാട്ടോ. ആ സമയം ടെൻഷനോട് ഓടി വരികയും നിധി എന്ന് വിളിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് തനിക്ക് വായിലേക്ക് വെള്ളം തരികയും തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതെല്ലാം നിധി നിറക്കണ്ണുകളോടെ ഓർക്കുന്നുണ്ട്. സുധീഷ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ അടുത്ത് നിന്ന് യാതൊരു റിയാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് തന്നോട് ഇഷ്ടമാണ് പ്രണയമാണെന്ന് പറയാത്തത്. ആ സുധീഷിനെയും ഈ കുടുംബത്തെയും വിട്ടു പോവാൻ തനിക്കാവുമോ? എത്ര കാലം ഇങ്ങനെ അന്യരായിട്ട് ഞാൻ ജീവിക്കും എന്നെല്ലാം ഓർത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ് കേട്ടോ. ഇനി അധികം വൈകിച്ചുകൂടാ. തൻ്റെ തീരുമാനം പറയണം. ഒന്നല്ലെങ്കിൽ ആ കുടുംബത്തെ എല്ലാവരെയും രക്ഷിക്കണം. ആ കുടുംബത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകണം. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും സുധീഷിന് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ അവനെ ഭർത്താവായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ ഓർക്കുമ്പോൾ നിധിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവ് പടരാട്ടോ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതും സിന്ദൂരമണിതലം അവളുടെ കൺമുമ്പിൽ തെളിയാണ്. അങ്ങനെ നിനക്ക് സുധീഷിനെ വിട്ടു പോവാനാവുമോ? അവളുടെ മനസാക്ഷി അവളോട് ചോദിക്കുന്നത് കേട്ട് അവൾ അമ്പരന്ന് പോവാ. അതെന്താ? സുധീഷിനെ വിട്ട് എനിക്ക് പോയാൽ? നിന്റെ കഴുത്തിൽ ആദ്യമായി താലി കെട്ടിയ ആളല്ലേ? ഒരു അഭിനയമാണെങ്കിലും ഒരു വ്യാജമാണെങ്കിലും അയാൾ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ അത് മറ്റൊരു വിവാഹവും അതൊരു വെറും കല്യാണമൊക്കെ ആയി തോന്നിയത് നിധി നിനക്കാണ്. ഇപ്പോൾ സുധീഷ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പണവും പത്രാസും ഇല്ലായിരിക്കാം, പക്ഷേ സുധീഷ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അവളുടെ മനസാക്ഷി അവളോട് പറയുമ്പോൾ കുറ്റബോധത്തോടു കൂടെ നിൽക്കുക. ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അങ്ങനെ സുധീഷ് അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും പറ്റുമോ? കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടെന്ന് അവൾ കണ്ണുകളടച്ച് കാണിക്കുന്നുണ്ട്. സുധീഷിനോട് കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിക്കുക. എന്നിട്ട് സുധീഷിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ സുധീഷിനോട് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക്സോ? എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? ഏയ്, സുധീഷ് അന്നേരം അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പരലോകത്തായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. നിധിയില്ലാത്ത ഈ ലോകത്ത് ഈ സുധീഷിന് ജീവിക്കാനാവില്ല. അന്നേരത്ത് അവൾ അവൻ്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഉറുകെ കൈ പിടിച്ച് നിൽക്കുക. പെട്ടെന്ന് മയക്കം കാരണം അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയല്ലോ. കൂടുതൽ കേൾക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നീ ഉറങ്ങിക്കോ, ഇത്രയും മതി എനിക്ക്. നീ എന്നെ സ്നേഹിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീയും ഞാനും നമ്മുടെ മക്കളും ഒരുമിച്ചുള്ള ഒരു ജീവിതമുണ്ടാവും എന്നൊക്കെ ആശ്വസിച്ച് സുധീഷ് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. തൻ്റെ പെണ്ണാണ്. താൻ ആദ്യമായിട്ട് താലി കിട്ടിയും ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഇവളെയാണെന്നോർത്ത് സുധീഷിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ 4 പേർക്കും ആ ചേട്ടനനുജന്മാർക്ക് ഒത്തിരി സന്തോഷമാവട്ടോ. നിധി ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറച്ച് ദിവസം ഓഫീസിൽ നിന്ന് അവൾക്ക് ലീവ് എടുത്തിട്ടുണ്ടാവും. ഇനി മോള് തനിച്ച് പോവേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്കൂട്ടിയിൽ. അതെന്താ? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് കരുതി. എന്നാലും മോളെ എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നില്ലെങ്കിൽ നിന്നെ സുധീഷ് കൊണ്ടുവിടും, അല്ലെങ്കിൽ നീ ബസ്സിൽ പോയാൽ മതി. അതായിരിക്കും സേഫ്. എൻ്റെ സുഭാഷ് ചേട്ടാ, ഇങ്ങനെ പേടിച്ച് പിന്മാറിയാലോ? ഒന്നും സംഭവിക്കില്ല. ആ കാറ് മനഃപൂർവ്വം എന്നെ ഇടിച്ചത്, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അവനെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് CCTV ക്യാമറ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. നിധി ഒന്ന് അസുഖം മാറി വരട്ടെ എന്ന് കരുതിയിരുന്നതാ. പോലീസിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ പുറകെ ഒന്നും പോവേണ്ട എന്ന് പറയാണ്. അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ ഹരീഷിൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടെ ആ ഭാഗത്ത് CCTV ചെക്ക് ചെയ്തപ്പോൾ അവളുടെ സ്കൂട്ടിയുടെ പുറകിൽ ഇടിച്ചത് സൂര്യയുടെ കാറാണെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. സൂര്യ അവർ വ്യക്തമായിട്ട് അതിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ ഓണറെ അന്വേഷിച്ചപ്പോഴാണ് അത് സൂര്യയുടേതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സൂര്യക്ക് നല്ലൊരു പണി കൊടുക്കണം. അങ്ങനെ സൂര്യ അന്വേഷിച്ച് ഇവർ 3 പേരും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നിധി ഇതൊന്നും അറിയുന്നില്ല. അവന് ഒരു കാറിൽ കയറ്റി
കൊണ്ട് ഇവരത്തിനെ കിഡ്നാപ്പ് ചെയ്യാണ്. എന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് എടാ ഞങ്ങളുടെ നിധിയെ വണ്ടി നീ ആക്സിഡൻ്റ് പെടുത്തടാ എന്ന് ചോദിച്ച് ഇവർ 3 പേരും കൂടെ ചേർന്ന് തുരെ അടിക്കുന്നുണ്ട്. എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് അവനെ ഉപേക്ഷിക്കാട്ടോ. എന്തായാലും അവനക്ക് ജീവനുണ്ടാവും. അങ്ങനെ സൂര്യയെ മറ്റാരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരൊക്കെ തന്നെ ഉപദ്രവിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ സൂര്യ ആ സമയത്ത് പറയുന്നില്ല. കാരണം തന്നെ എന്തിനു ഉപദ്രവിച്ചെന്ന കാര്യം സത്യവും പറയേണ്ടി വരും. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടാണ് അവരെന്നെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ തനിക്ക് വലിയ കേസാവുമെന്ന് മനസ്സിലായി. തൻ്റെ വിദേശത്തേക്കുള്ള യാത്രകളൊക്കെ മുടങ്ങുമെന്ന് മനസ്സിലാക്കിയ സൂര്യ ലക്ഷ്യം മിണ്ടാതെ പോകുന്നില്ല കേട്ടോ. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ പിന്നിലെ ഈ നിധിയുടെ ഭർത്താവും ചേട്ടനും അഞ്ചുമാരാണെന്ന കാര്യം മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ സൂര്യക്കും നല്ലൊരു കിടിലം പണി കൊടുക്കുകയാണ്. വളരെ രസകരമായിട്ടാട്ടോ ഈ ഒരു സീനൊക്കെ പോകുന്നത്. ഭയങ്കര ഫീലിങ്സ് ഒക്കെ ആയിട്ടാട്ടോ. ഇതൊരു 15 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ അല്ല, 2-3 എപ്പിസോഡുകളൊക്കെ എടുത്തിട്ടാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു സുധീഷിനോടുള്ള ആ ഒരു നിധിയുടെ പ്രണയം ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.